കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് PYQ അനാലിസിസ് ആണ്. അതായത് അൾട്ടിമേറ്റ് PYQ അനാലിസിസ് ഓഫ് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ദി സബ്ജക്ട് BCOLA 138 UG ഇലക്ടീവ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ. നമ്മൾ എന്തിനാണ് ഈ PYQ അനാലിസിസ് മെയിൻലി ചെയ്യുന്നത്? അതായത് നമുക്ക് ബേസിക്കലി നമ്മുടെ ജൂൺ 2025 എക്സാമിനെ എങ്ങനെ സ്മാർട്ടും ഫോക്കസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇതിന്റെ ഗോള്. എങ്ങനെയാണ് എക്സാംസ്, അതായത് എക്സാം പേപ്പേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഏതാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ്, നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതാണ്, പിന്നെ പാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പാസ്റ്റിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അനാലിസിസിന് ശേഷം നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് എക്സാം പേപ്പർ കിട്ടുമ്പോൾ അത് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മാക്സിമം എങ്ങനെ ഒരു എക്സാമിന് സ്കോർ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനും ഈ PYQ അനാലിസിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഡോക്യുമെന്റ് റോഡ് മാപ്പ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്സ്, ഓരോ ടോപ്പിക്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിലവൻസ് ആയിട്ട്. അതായത് പാസ്റ്റില് എക്സാമിന് മോറായിട്ട് അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസും അതിന് പാസ്റ്റില് കൂടുതൽ റിലവൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അതായത് ഏത് യൂണിറ്റ്സിൽ നിന്നും ഏത് ബ്ലോക്സിൽ നിന്നും ഒക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതാണ് സിലബസ് മാപ്പിംഗ്. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്. അത് നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എങ്ങനെയാണ്, മാർക്ക് എലോക്കേഷൻ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് എക്സാം പാറ്റേൺ, അതായത് പാസ്റ്റ് ഇയർ അനുസരിച്ച് എങ്ങനെയാണ് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ആ പാറ്റേൺ ചേഞ്ച് ആയിരിക്കുന്നത്, അതായത് എക്സാം പാറ്റേൺ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യും. ദെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. ഇതില് പ്രീവിയസ്ലി ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും റീഫ്രേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമുക്ക് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവിൽ വരുന്നത്. അതായത് പാസ്റ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അതായത് പാസ്റ്റ് ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ, അതായത് വരാൻ സാധ്യതയുള്ളതെന്നുള്ള ഈ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി വരാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ. ഈ കാര്യങ്ങളെ ഒക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഒരു പ്രാക്ടീസ് പേപ്പർ ഈ അനാലിസിസിന്റെ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫോർ യുവർ സെൽഫ് പ്രാക്ടീസിങ്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. അതായത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ദെൻ മെത്തഡോളജി. അതായത് നമ്മൾ പാസ്റ്റ് പ്രീവിയസ് ഇയേഴ്സിനെ എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ആണ് ഇനി വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന
ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്നുള്ളതും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ മെത്തഡോളജി ആണ് ഇനി വരുന്നത്. നമുക്ക് നോക്കാം. ഇത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് ദി എക്സാം റിലവൻസ്. ഈ ബാർ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് 5 ബ്ലോക്സ് ആണ്. ആ 5 ബ്ലോക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്ക് ഏതാണെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത, അതായത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ബ്ലോക്ക് 1, പിന്നെ വരുന്നത് ബ്ലോക്ക് 3, പിന്നെ വരുന്നത് ബ്ലോക്ക് 5, പിന്നെ വരുന്നത് ബ്ലോക്ക് 4. നമ്മൾ ആ ഹൈറ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ബ്ലോക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ആ ബ്ലോക്കിൽ നിന്ന് കൂടുതൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ദെൻ ഹീറ്റ് മാപ്പ് അനാലിസിസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഡാർക്കർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സെക്ഷനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ബ്ലോക്ക് 1 നോക്കിയേ. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് കളർ കൊടുത്തിരിക്കുന്നത്. സോ യൂണിറ്റ് 2 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് 1 ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അതായത് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ബ്ലോക്ക് 2 വരികയാണെങ്കിൽ യൂണിറ്റ് 7 ആണ് ഏറ്റവും കൂടുതൽ ഡാർക്കർ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് 3 വരികയാണെങ്കിൽ യൂണിറ്റ് 11 ആണ്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ അത്ര അങ്ങോട്ട് ഡാർക്കർ ഇല്ലെങ്കിലും യൂണിറ്റ് 3 കുറച്ചും കൂടെ, യൂണിറ്റ് 14 ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, ബിക്കോസ് കുറച്ചും കൂടെ ഡാർക്കർ യൂണിറ്റ് 14 ആണ്. ബ്ലോക്ക് 5 വരുമ്പോൾ ഏറ്റവും കുറച്ചും കൂടെ ഡാർക്കർ യൂണിറ്റ് 17 ആണ്. അപ്പോൾ ആ ബേസിസ് ഹൗ മച്ച് ഡാർക്കർ ആണ് ആ ഓരോ ബ്ലോക്കുകളും അത്രയും ഇമ്പോർട്ടൻസ് ആ ഓരോ ബ്ലോക്കിലെ യൂണിറ്റ്സിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഡാർക്കർ ഏതാണോ കൂടുതൽ ആ യൂണിറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ദെൻ കോംപ്രിഹെൻസീവ് ടേബിൾ. ഇതനുസരിച്ച് നമുക്ക് റിലവൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എത്ര തവണ ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിലവൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് 4 അപ്പിയറൻസസ് കാണുന്നുണ്ട്, അതിന്റെ റിലവൻസ് ലോ ആണ്. ദെൻ ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 നിന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, 7 അപ്പിയറൻസസ് ഉണ്ട്, പക്ഷേ റിലവൻസ് മീഡിയം ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്ന് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, 8 അപ്പിയറൻസസ് ഉണ്ട്, റിലവൻസ് ഹൈ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കിൽ നിന്ന് 6 അപ്പിയറൻസസ് ഉണ്ട്, റിലവൻസ് മീഡിയം ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്ന് കൺസെപ്റ്റ് അല്ലെങ്കിൽ റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് 5 അപ്പിയറൻസസ് കാണുന്നുണ്ട്, മീഡിയം ആണ് റിലവൻസ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്ന് പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് അപ്പിയറൻസ് 4 ഉണ്ട്, റിലവൻസ് ലോ ആണ്. Then block 1 unit 5 channels of communication നിന്ന് appearance 4 ഉണ്ട്, relevance low ആണ്. Block 2 unit 6 business better principles നിന്ന് appearances 7 ആണ്, relevance medium ആണ്. പിന്നെ block 2 unit 7 letter അല്ലെങ്കിൽ types അല്ലെങ്കിൽ essentials നിന്ന് 8 appearance, relevance high ആണ്. Block 2 unit 8 letter to editor or public relations 5 appearances ഉണ്ട്, relevance medium ആണ്. Block 2 unit 9 meetingsle notice agenda etc നിന്ന് 5 appearances ഉണ്ട് and relevance medium ആണ്. Then block 2 unit 10 minutes of meetings 6 appearances കാണുന്നുണ്ട്, relevance medium ആണ്. Block 3 unit 11 report writing essentials or title നിന്ന് 8 appearances കാണുന്നുണ്ട്, relevance high ആണ്. Block 3 unit 12 process of writing a report, appearances 6 ഉണ്ട്, medium relevance ആണ്. Block 3 unit 13 process writing 5 appearances കാണുന്നുണ്ട്, relevance medium ആണ്. Block 4 unit 14 business terms നിന്ന് 3 appearances കാണുന്നുണ്ട്, relevance low ആണ്.
ബ്ലോക്ക് 4 യൂണിറ്റ് 15 ബിസിനസ് ടേൺസ് 2 നിന്ന് 2 appearances കാണുന്നുണ്ട്, റിലവൻസ് ലോ ആണ്. Then ബ്ലോക്ക് 4 യൂണിറ്റ് 16 നിന്ന് വേർഡ്സ് ഓഫ്റ്റൻ കൺഫ്യൂസ്ഡിൽ നിന്ന് 2 appearances കാണുന്നുണ്ട്, റിലവൻസ് ലോ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 17 വേർഡ്സ് ഓഫ്റ്റൻ മിസ്പെൽറ്റിന്ന് 2 appearances കാണുന്നുണ്ട്, അതിന്റെ റിലവൻസ് ലോ ആണ്. Then ബ്ലോക്ക് 5 യൂണിറ്റ് 18 കോൺഫറൻസിങ് കോൾസ് വോയിസ് മെയിൽസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 5 appearances കാണുന്നുണ്ട്, റിലവൻസ് മീഡിയം ആണ്. Then ബ്ലോക്ക് 5 യൂണിറ്റ് 19 പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ്, അതിൽ 6 appearances കാണുന്നുണ്ട്, റിലവൻസ് മീഡിയം ആണ്. ഇനി ഏറ്റവും ഹൈ yield ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം. ഒന്ന് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ ആണ്, വിത്ത് ഡിവേഴ്സ് ഫോർമാറ്റ്സും റെഗുലർ അപ്പിയറൻസസും ഉള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ അതിന്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ ആസ്പെക്ട്സ് എസെൻഷ്യൽ ഫോർ എക്സാം കവർ ചെയ്യാൻ മോസ്റ്റ്ലി ശ്രമിക്കുക. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആണ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ടോപ്പിക്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്ത ടോപ്പിക് ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. Then comes business letters and correspondence. Block 2 unit 6, 7 എന്നുള്ളതാണ്. ഹൈ റീഒക്കറൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. അതിന്റെ ബേസിക്കലി പ്രാക്ടിക്കൽ ലെറ്റർ ഡ്രാഫ്റ്റിംഗും അതിന്റെ ആപ്ലിക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റിലവൻസും കൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. Then essentials or types of business reports in block 3 unit 11 ഇതിന്നും ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വിത്ത് പ്രാക്ടിക്കൽ ഇലിസ്ട്രേഷൻസും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസ്, എസെൻഷ്യൽസ് ഓർ ടൈപ്സ് ഓഫ് ബിസിനസ് റിപ്പോർട്ട്സ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം. ദെൻ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജൂൺ 2022 ടു ഡിസംബർ 2024 അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ എക്സാം പാറ്റേൺ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം ഏതൊക്കെ ഫോർമാറ്റിന് എത്ര മാർക്കിന്റെ എത്ര എക്സ്പെക്ടേഷൻ ആണ് വരുന്നത്, അതായത് എത്ര ലെങ്തോ എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എഴുതണം എന്നുള്ളത്. ഒന്ന് എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിന് 16 to 20 മാർക്സ് ആ വരുന്നത്. അതിന്റെ വേർഡ് ലിമിറ്റ് 300 to 400 വേർഡ്സ് ആയിരിക്കണം. അത് ഇൻഡെപ്ത്, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആയിരിക്കണം. ദെൻ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ 5 to 10 മാർക്സ് ആണ് വരുന്നത്. 80 to 150 വേർഡ്സിനുള്ളിൽ എഴുതുക. പക്ഷെ കൺസൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. കൺസൈസ് ആണെങ്കിലും വളരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ടിപ്പിക്കൽ മാർക്സ് 8 to 12 ആണ്. അത് വേർഡ് ലിമിറ്റ് 150 to 250 വേർഡ്സ് ആണ്. അതൊരു പ്രാക്ടിക്കൽ ഫോർമാറ്റിൽ എഴുതാൻ ശ്രമിക്കുക. റൈറ്റ് നോട്ട്സ് ഓർ ഡെഫിനേഷൻസ് ഇതിന് 5 to 10 മാർക്സ് ആണ്. അതിന്റെ വേർഡ് ലെങ്ത് 60 to 120 വേർഡ്സ് ആണ്. ഡിറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതാൻ നോക്കുക. പ്രിസൈസ് റൈറ്റിങ്ങിന് 10 മാർക്സ് ആണ് പറയുന്നത്. അതിൽ 100 to 120 വേർഡ്സ് ആണ്.
സമ്മറൈസിങ് സ്കിൽ എന്നുള്ള ഫോമാറ്റിൽ എഴുതാൻ ശ്രമിക്കുക. CV or job application draft 10 to 12 marks ആണ് ടിപ്പിക്കലി. 1 page ഫോമാറ്റിൽ ഒരു ഫോർമൽ സ്ട്രക്ചർ കൊടുത്ത് എഴുതാൻ നോക്കുക. Then distinguish or comparison 8 to 10 marks ആണ്. That is 120 to 180 words ആണ്. കമ്പാരിറ്റീവ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. Then top 4 most frequent formats എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ആണെങ്കിൽ അതിന്റെ നേച്ചർ ഞാൻ പറഞ്ഞ പോലെ കോംപ്രിഹെൻസീവ് ആയിട്ട്, അതായത് മൊത്തത്തിൽ എഴുതുക, ഫുള്ളി അനലൈസ് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഫുൾ ഇൻഡെപ്ത് അനാലിസിസ്, ക്ലാരിറ്റി ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതാൻ ശ്രമിക്കുക. അതിനെ ആ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കലി സിംപ്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് എഴുതാൻ ശ്രമിക്കുക. ദെൻ അതിന്റെ മാർക്ക് 16 to 20 ആണ് പെർ ക്വസ്റ്റ്യന്. ലെങ്ത്തും ഡെപ്തും ഞാൻ പറഞ്ഞ പോലെ 300 to 400 വേർഡ്സ് യൂഷ്വലി സ്പ്ലിറ്റ് ചെയ്യുക, സബ് പാർട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, എക്സാമ്പിൾസും ഇലിസ്ട്രേഷൻസും വെച്ചിട്ട് എഴുതാൻ മാക്സിമം ശ്രമിക്കുക. ദെൻ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് അതൊരു ബ്രീഫ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഫോക്കസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ്, അതായത് ഡെഫിനീഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, പ്രിൻസിപ്പിൾസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ചില കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബ്രീഫ് ആയിട്ട് അപ് ടു ദ പോയിന്റ് ബട്ട് നോട്ട് വെരി ഷോർട്ട്, എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. 5 to 10 മാർക്സ് ആണ് അതിന്. ബട്ട് ലെങ്ത് ആൻഡ് ഡെപ്ത് ഒരു 80 to 150 വേർഡ്സ് വേണം. ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റിംഗ്സ് നടത്തുക എന്നുള്ളതാണ് ഷോർട്ട് നോട്ടിൽ വരുന്നത്. ദെൻ ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റിംഗ്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ റൈറ്റിംഗ് അസസ് ചെയ്യാൻ വേണ്ടിയും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഫോമാറ്റിലും നമ്മൾ എഴുതാൻ ശ്രമിക്കുക. ലൈക്ക് നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ തരുന്നത് ആ ക്വസ്റ്റ്യന്റെ നേച്ചർ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ കംപ്ലൈന്റ്, എൻക്വയറി, CV, ജോബ് ആപ്ലിക്കേഷൻ, അതൊക്കെയാണ് ബേസിക്കലി ഈ ഭാഗത്ത് വരുന്നത്. 8 to 12 മാർക്സ് ആണ് ഇതിന് വരുന്നത്. ഇതിന്റെ ലെങ്ത്തും ഡെപ്തും എന്ന് പറയുന്നത് 150 to 250 വേർഡ്സിനുള്ളിൽ എഴുതി ഒരു സ്പെസിഫിക് ഫോർമൽ സ്ട്രക്ചർ ഇതിനുണ്ട്, അതെപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ റൈറ്റിംഗ് നോട്ട്സ് ഓർ ഡെഫിനിഷൻസ് ആവുമ്പോൾ ഡെഫിനിഷൻസ് അപ് ടു ദ ഡെഫിനിഷൻ ആണ് ഇപ്പോൾ എഴുതേണ്ടത്. ക്ലാരിറ്റിയിൽ ഡിഫൈൻ ചെയ്ത് എന്താണോ ഡെഫിനിഷൻ ചോദിക്കുന്നത് പ്രിസൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. മാർക്സ് 5 to 10 ആണ് ഇതിന് പ്രൊവൈഡ് ആവുന്നത്. 60 to 120 വേർഡ്സിനുള്ളിൽ ഫോക്കസ്ഡ് ആൻഡ് ഫാക്ച്വൽ ആയിട്ട് എഴുതാൻ മാക്സിമം ശ്രമിക്കുക. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ ബ്ലോക്സിൽ നിന്നും എത്ര മാർക്സ് ആണ്, അതിന്റെ ഷെയർ എത്രയാണെന്ന് നോക്കാം. അതായത് ബ്ലോക്ക് 1ന്റെ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് 24, അപ്പൊ ടോട്ടൽ ഷെയർ 24% ആണ്. ബ്ലോക്ക് 2 കറസ്പോണ്ടൻസിൽ നിന്ന് അതിന്റെ ഷെയർ 28% ആണ്. ബ്ലോക്ക് 3 റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് പ്രസസിൽ നിന്ന് 18% ആണ് അതിന്റെ ഷെയർ. ബ്ലോക്ക് 4 വൊക്കാബുലറി അല്ലെങ്കിൽ ബിസിനസ് ടേംസിൽ നിന്ന് 10% ആണ്. ബ്ലോക്ക് 5 കോൺഫറൻസിങ് അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിൽ നിന്ന് 20% ആണ്. അപ്പൊ ടോട്ടൽ അങ്ങനെ 100%, അതായത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ ബ്ലോക്കിൽ നിന്നും ആ ഷെയർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. ഇതനുസരിച്ച് നമുക്ക് എസ്സേ ലോങ് ക്വസ്റ്റ്യൻ ആണ് ആ യെല്ലോ ലൈൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഷോർട്ട് നോട്ട് ഓറഞ്ച് ലൈൻ, ദെൻ ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ റെഡ് ലൈൻ, നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ പിങ്ക് ലൈൻ. അതിന്റെ ആ ട്രെൻഡ് പോയിരിക്കുന്നത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ എസ്സേ അല്ലെങ്കിൽ ലോങ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡിക്ലൈനിങ് സ്റ്റേജ് ആണ് കാണിക്കുന്നത്. ലൈക്ക് ഒരു 40% ഡിക്ലൈൻ, 40 to 28% ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. സോ വെയിറ്റേജ് ഷോർട്ട് നോട്ട്സിലേക്കും പ്രാക്ടിക്കൽ ടാസ്കിലേക്കുമാണ് പ്രീവിയസ് ഇയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഷോർട്ട് നോട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണ് കാണുന്നത്. അതായത് ഒരു 36% റീച്ചിങ് ട്രെൻഡ് ആണ് കാണുന്നത് ഒരു ഡിസംബർ 2024 കൂടി. അപ്പോൾ അതിനൊരു ഇൻക്രീസിങ് ട്രെൻഡ്. അപ്പൊ ഷോർട്ട് നോട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് അർത്ഥം. ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റിംഗ് അത് കൺസിസ്റ്റന്റ്ലി പ്രസന്റ് ആണ്.
ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു സ്ലൈറ്റ്ലി ഡ്രോൺ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. അപ്പൊ അതും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് 20% ഓഫ് പേപ്പർ ടോട്ടൽ ഇതില് 20% ഈ ലെറ്റർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റിംഗ് ആണ്. സോ അതിലും കോൺസെൻട്രേഷൻ കൊടുക്കാം. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ടൈം മാനേജ്മെന്റ്, അതായത് 3 മണിക്കൂറത്തെ ക്വസ്റ്റ്യൻസ് 3 മണിക്കൂറാണ് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 100 മാർക്ക് പേപ്പർ ആണ്. അപ്പോ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ 45 to 50 മിനിറ്റ്സ് എസ്സേ അല്ലെങ്കിൽ ലോങ് ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. ടിപ്പിക്കലി 2 questions 20 മാർക്ക് ഈച്ചിന്റെ ആണ്. അലോക്കേറ്റിംഗ് 35 to 40 മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സിന് കൊടുക്കുക. യൂഷ്വലി 4 to 5 question 8 മാർക്സ് ഈച്ചിന്റെ ആണ്. റിവേഴ്സ് 30 to 35 ഫോർ ലെറ്റർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓർ പ്രാക്ടിക്കൽ ഡ്രാഫ്റ്റിംഗ് ടാസ്ക്സിന് കൊടുക്കുക. 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് ഫോർ നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനേഷന് കൊടുക്കുക. ഫൈനൽ 10 to 15 മിനിറ്റ്സ് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനും കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ടൈം മാനേജ് ചെയ്ത് പ്രിപ്പയർ, അതായത് ആ പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് എങ്ങനെയൊക്കെ മാറ്റണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് എക്സാം എഴുതാൻ തുടങ്ങുക. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ടോപ്പ് 10 recurring questions ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിൻസിപ്പൽ. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 8 ആണ്. ഡിസ്കസ് ദ പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്. അപ്പിയറൻസ് കൗണ്ട് 6 ആണ്. Explain various types of communication channels and the factors influencing their choice. അത് 7 ആണ് അപ്പിയറൻസ് കൗണ്ട്. Write a letter of complaint to railway authority or editor regarding non-delivery or misrepresentation. 9 ആണ് അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. What are the basic principles of business letter? Illustrate. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 6 ആണ്. Define and explain the meaning, importance and precautions in drafting the minutes of a meeting. ഇതിന്റെ 7 ആണ് അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. Distinguish between poster and gesture or formal and informal communication. അതിന് വരുന്നത് അപ്പിയറൻസ് കൗണ്ട് 6 ആണ്. ഇനി what is a business report? Explain its essentials, types and importance. അപ്പോൾ അതിന് വരുന്ന കൗണ്ട് 7 ആണ്. What is meant by crisis? What are its characteristics and common problems? അതിന് വരുന്ന കൗണ്ട് 6 ആണ്. What is a conference call? Describe the key preparations for conducting one. അതിന് വരുന്നത് 6 ആണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ നോക്കാം. ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് 8 അപ്പിയറൻസസ് 14 മാർക്സ്. Then purpose of business communication, block 1 unit 4 6 appearances, average mark 10. Types of channel or factors influencing, block 1 unit 5 appearance 7, average marks 12. Letter of complaint, block 2 unit 7 and block 2 unit 8. Other appearance 9, average mark 10. Principles of a business letter, block 2 unit 6, appearance 6, average mark 10. Minutes of meeting, meaning, importance and precautions, block 2 unit 10, 7 appearances, 12 average marks. Then distinguish poster, gesture or formal or informal. Block 1 unit 2, block 1 unit 5, 6 appearances, average mark 8. Business report, definition, essential types,
Block 3, Unit 11, 7 appearances, average mark 12. Precise meaning, characteristics, problems. Block 3, Unit 13, 6 appearance, average mark 10. Conference call, meaning of preparations. Block 5, Unit 18, appearance 6 and average mark 8. ഇനി എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻസ് ട്വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, ടൈംഡ് ആയിട്ട് എഴുതാൻ നോക്കുക. 5 minutes ഒരു ഔട്ട്ലൈനിങ് യുവർ ആൻസർ ഔട്ട്ലൈൻ ചെയ്യാൻ ഒന്ന് വെക്കുക. Then write full response in 12 to 15 minutes. Then use reason marking schemes. അതായത് നമ്മുടെ ആൻസർ മോഡൽ ആൻസറിന് അഗെയിൻസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സെൽഫ് മാർക്ക് ഫോർ സ്ട്രക്ചർ, ക്ലാരിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്സിന് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ. ദെൻ മിക്സ് ഫോർമാറ്റ്. പ്രാക്ടീസ് ബോത്ത് റിട്ടേണും ഓറൽ ആയിട്ടും റിട്ടേൺ ആയിട്ടും നമ്മൾ റിഹേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പ്രാക്ടിക്കൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രാക്ടിക്കൽ ഫോർ റിട്ടേൺ ആയിട്ടും ഓറൽ ബേസിസിൽ ഒന്ന് റിപ്പീറ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കോൺഫറൻസ് കോൾസ് ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. ദെൻ കംസ് വിഷ്വലൈസേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ 45% ആണ് ഈ ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, റിലവൻസ് കൊടുക്കുന്ന, അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ആണ് അത് നമുക്ക് depict ചെയ്തിരിക്കുന്നത്. So overall in question 45% is top 10 repeated question. Then top probability and prediction analysis. ഏത് ബ്ലോക്കിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. Block 1, Unit 1. What is communication, importance and principles? 80% probability ആണ്, category high ആണ്. Food justification note 1. Then Block 1, Unit 4. Purpose of business communication 60% probability ആണ്, category mid ആണ്. Then justification footnote 2. Then Block 1, Unit 5, factors influencing communication channel, probability 70% ആണ്, category high ആണ്, justification note 3. Block 2, Unit 6, basic principles of business letter, 60% ആണ് probability, mid value, mid relevance ആണ്, footnote 4 ആണ്. Then Block 2, Unit 7, letter of complaint, inquiry, reply, 90% probability high ആണ്, justification note 5, footnote. Block 2, Unit 10, minutes of meeting, 70% probability ആണ്, high ആണ്, 6 ഇതാണ് justification note ആണ്. Then Block 3, Unit 11, business report, definition, essentials, type, 70% probability, high ആണ്, 7 ആണ്. Block 3, Unit 13, precise meaning, characteristics, problem, 60% probability ആണ്, വരാനുള്ള ചാൻസ് medium ആണ്, മറ്റേ ഇത് high 8 ആണ്. Block 5, Unit 18, conference call, meaning, preparation, 60% probability, വരാനുള്ള ചാൻസ് mid ആണ്, മറ്റേ 9 ആണ്. Block 1, Unit 2, distinguish poster, gesture, formal or informal, 50% probability, വരാനുള്ള സാധ്യത mid ആണ്, ഇത് 10 ആണ്. Then Block 3, Unit 12, process or stages in report writing, 40% probability ആണ്, വരാനുള്ള ഒരു relevance mid ആണ്, 11 ആണ്. Block 4, Unit 14, business terms, vocabulary, 30% ആണ് probability, low ആണ്, വരാനുള്ള ഒരു relevance low ആണ്. Then Block 5, Unit 19, preparing for job market, CV or application, 30% probability, വരാനുള്ള ഒരു ചാൻസ്, അതായത് relevance low ആണ്. Then justification notes നോക്കുകയാണെങ്കിൽ 10 പേപ്പേഴ്സിൽ 8 തവണ അപ്പിയർ ആയിട്ടുണ്ട്. അപ്പിയർ ആയിട്ടുള്ളത് ഓൾവേസ് ലോങ് അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ ആണ്.
then 6 out of 10 sessions opening or mid paper essays ആണ് ആയിട്ടാ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. then 7 out of 10 papers short notes or application based ആണ്. then 6 out of 10 letter format always present in some form നമുക്ക് കാണാറുണ്ട്. then 9 out of 10 either complaint, inquiry or response letter ആണ്. then minutes meaning അല്ലെങ്കിൽ precautions 7 out of 10 കാണുന്നുണ്ട്. often split into sub question ആയിട്ടാ കാണുന്നത്. then report questions 7 times appear ആയിട്ട് കാണുന്നുണ്ട്, both as essay and notes like definitions, types, essentials. Okay, then quizzes 6 times 6 times കാണപ്പെട്ടിട്ടുണ്ട്. അതായത് 10 ഒരു 6 times quizzes സെറ്റ് ചെയ്തിട്ടുണ്ട്, tested for comprehension and summary skills. then comes ഒരു കോൺഫറൻസ് കോള് അല്ലെങ്കിൽ മീനിങ് ഓഫ് പ്രിപ്പറേഷൻ 10 6 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാക്ടിക്കൽ ഫോമാറ്റ് ആയിട്ട്. then distinction questions poster, gesture, formal or informal 10 ഒരു 5 തവണ അതായത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. then process or stages in report writing appeared for 4 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട് 10 papers out of 10. then priority study list കൊടുക്കുകയാണെങ്കിൽ നമ്മൾ high priority അതായത് 70% above ആയ questions high priority questions ആണ്. അതിന് നമ്മൾ ഡീറ്റെയിൽ നോട്ട്സ് റിവൈസ് ചെയ്യുക, സെൽഫ് ക്വിസിങ് എന്നുള്ള പ്രൊസീജിയർ അഡാപ്റ്റ് ചെയ്യുക, പിന്നെ ടീച്ച് ബാക്ക് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ ആ ടോപ്പിക്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. റൈറ്റ് 1 full length ആൻസർ ആയിട്ട് ഫോർ ഈച്ച് അതായത് ഫുൾ ആയിട്ട് കോംപ്രിഹെൻഡ് ആയിട്ട് എപ്പോഴും ആൻസർ എഴുതിയിട്ട് നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. then ക്രോസ് റെഫറൻസ് ചെയ്യുക, അതായത് ആൻസർ സ്ട്രക്ചർ ആയിട്ട് അലൈൻ ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീമായിട്ട് ക്രോസ് സ്ട്രക്ചർ ചെയ്തിട്ട് നമുക്ക് തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് സെക്ടർ. then മീഡിയം പ്രയോറിറ്റി അതായത് 40 to 69% ഉള്ള വരുന്ന പ്രയോറിറ്റി അതായത് പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് അത് മീഡിയമിലാണ് വരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നമ്മൾ കീ പോയിന്റ്സ് സമ്മറൈസ് ചെയ്യണം, അതായത് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്തോ ബുള്ളറ്റ് സമ്മറീസ് യൂസ് ചെയ്ത് കീ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് 2 പ്രാക്ടീസ് ആൻസേഴ്സ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഫീഡ്ബാക്സ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ചും കൂടെ അല്ല അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസും എന്തായാലും നമ്മൾ പഠിക്കുക. ദെൻ ഇഗ്നോ മോഡൽ ആൻസേഴ്സ് ഫോമാറ്റ് അല്ലെങ്കിൽ സ്റ്റൈൽസും ഒക്കെ നമ്മളൊന്നും കൂടെ റിവ്യൂ ചെയ്യുക. അതായത് സാമ്പിൾ ഇഗ്നോ മോഡൽ ആൻസേഴ്സ് ഇല്ലേ അതൊക്കെ റിവ്യൂ ചെയ്ത് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മീഡിയമും നമ്മൾ പഠിക്കുക. ദെൻ ലോ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ കൺസെപ്റ്റ്സും ഡെഫിനീഷൻസും ഒന്ന് മെമ്മറൈസ് ചെയ്യുക. ദെൻ കൂടുതൽ സമയം കൊടുക്കണ്ട, എന്നാലും വിട്ടുകളയാനല്ല. ആഫ്റ്റർ ഹൈ ആൻഡ് മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ദെൻ ഫോക്കസ് ഓൺ ലോ പ്രയോറിറ്റി. ലാസ്റ്റ് മിനിറ്റ് റിവ്യൂവും നമ്മൾ ബേസിക് ആയിട്ടുള്ള റിവിഷൻ ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ദെൻ വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ഇതനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ അപ്പിയറൻസ് ബൈ ടോപ്പിക് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രീൻ ഡിനോട്ട് ചെയ്യുന്നത് ഹൈ പ്രോബബിലിറ്റി ആണ്, അതായത് ലെറ്റർ, ക്യൂ, കമ്മ്യൂണിക്കേഷൻ, ചാനൽസ്, മിനിറ്റ്സ്, റിപ്പോർട്ട് ഒക്കെ ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ
ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Then Ember medium ആണ്, അതായത് purpose, letter basis, crisis, conference call, distinguished stages report ഒക്കെ medium probability 60%. Then comes business terms and CV, അത് low ആയിട്ടുള്ളതാണ്. അപ്പോൾ വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ഗ്രീൻ ആകുമ്പോൾ ഹൈ പ്രോബബിലിറ്റി, ആംബർ ലെസ്, അതായത് മീഡിയം പ്രോബബിലിറ്റി, then red very low probability ആണ്. ഇത് ഇങ്ങനെയാണ് ഈ വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഓക്കെ, അതായത് BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചുലർ ഓഫ് കൊമേഴ്സ്, ജനറൽ പേപ്പർ, BCom. ഓക്കെ, ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ടൈം 3 hours, മാക്സിമം മാർക്സ് 100. Any 5 questions നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കുമാണ്. Question 1, 20 marks. A, define business communication, explain with examples the importance of effective business communication for remote and hybrid work environments in modern organization. B, discuss the 3 major barriers to effective communication and suggest practical strategies to overcome each using workplace-based data and scenarios. ഇത് block 1, unit 1 and 4 introduction, importance and barriers എന്നുള്ളൊരു question ആണ്. Then question 2, 20 marks. Analyze the various channels of business communication available in a multinational company. Present a comparative table showing at least 4 channels, their advantages, disadvantages, and most appropriate usage situations. Block 1, unit 5, channels of communication ആണ് ഈ question വന്നിരിക്കുന്നത്. Question 3, 20 marks. You are the customer service manager at Neo Health Limited. Draft a letter of complaint to Metro Courier Services regarding persistent late deliveries impacting your clients. Include all relevant business letter elements. Then draft a response letter from Metro Courier Services apologizing and outlining remedial measures. Block 2, unit 6 and 7. Principles of letter writing, business letters in നിന്നാണ് question വന്നിരിക്കുന്നത്. Then question 4, 20 marks. A, what is a meeting? List and explain the statutory requirements for a valid meeting in a public limited company. B, given the following case, a shareholders meeting failed to reach quorum twice, the chairman adjourned and reconvened the meeting the next day. Critically examine the procedure as per company law. The block 2, unit 9 and 10, meetings, requisites and rules എന്നുള്ളതാണ്. Question 5, 20 marks. You are provided the following case. ABC Limited wants to launch a new product line and tasks you to prepare a short business report. Given the data below, market share ABC Limited 24%, competitors PQR 30%, XYZ 21%, others 25%. Last quarter profits ABC rupees 3.5 lakh, PQR rupees 4.1 lakh, XYZ rupees 2.9 lakh. Prepare a report analyzing ABC's position and recommend 2 action points for management. Block 3, unit 11 and 12, business reports, essentials and preparational എന്നുള്ളതാണ്. Question 6, 20 marks. A, prepare a preface of the following passage to be provided on exam day. Approximately 350 words focused on the role of digital communication in contemporary businesses. Clearly state the title, main idea, and summary. B, list the key characteristics of good phrases and explain 2 common errors students should avoid. Block 3, unit 13, phrases writing. Question 7, A, write a short note on any 2 of the following. Word limit 150
Kinesis and its significance in business settings, conference hall steps for effective participation, essentials of a good report, difference between formal and informal communication channels, Block 1, Unit 2, Block 3, Unit 11, and Block 5, Unit 8 എന്നുള്ളതാണ്. Then question 8, 20 marks. A, you are applying for a position of marketing executive at Urban Roots Private Limited. Draft your curriculum vitae and a covering letter highlighting your suitability for the role using relevant business vocabulary. B, a recent graduate is confused between internal and external communication using a real life scenario. Differentiate between the two and discuss their relevance for organizational effectiveness. Block 5, Unit 9, Block 1, Unit 3 എന്നുള്ളതാണ്. Okay, that's all for the day. അപ്പോൾ എല്ലാം അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് മാക്സിമം സ്മാർട്ട് വേയിൽ പേപ്പർ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ എവ്രി വൺ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.